ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് എന്ന പേപ്പറിൻ്റെ യൂണിറ്റ് 1 ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോഷ്യോളജിക്കൽ തിയറീസ് ആർ എംബഡഡ് ഇൻ എ പെർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ആർ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം. ഏതെങ്കിലും പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ അതിനോട് ബന്ധപ്പെട്ട് ഒക്കെയാണ് ഒരു സോഷ്യോളജിക്കൽ തിയറി ജന്മം കൊള്ളുന്നത്. അന്നത്തെ ഒരു ഏത് സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണോ ആ തിയറിസ്റ്റ് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു തിയറി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഏതാണോ ആ കാലഘട്ടവും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളുമെല്ലാം തന്നെ ഈ ഒരു സോഷ്യോളജിക്കൽ തിയറിയെ സ്വാധീനിക്കുന്നവയാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഈച്ച് ആൻഡ് എവറി സോഷ്യൽ scenario and phenomenon happening around it. Okay, each sociological thinker or theorist has to respond to the social situation in which he or she exists and to try and make sense of enveloping culture. ഒരു തിയറിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിങ്കർ ഏതൊരു സാഹചര്യത്തിലാണോ, ഏതൊരു സംസ്കാരത്തിലാണോ, അല്ലെങ്കിൽ ഏതൊരു പൊളിറ്റിക്കൽ സിനാരിയോയിലാണോ ജീവിച്ചിരിക്കുന്നത്, ആ ചുറ്റുപാടുമുള്ള എല്ലാത്തരം സോഷ്യൽ ഫിനോമിനാസും സാഹചര്യങ്ങളും അവിടുത്തെ കൾച്ചറും എല്ലാം തന്നെ ഈ ഒരു തിയറിസ്റ്റിനെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കാവുന്ന ഒന്നാണ്. അത്തരം ഒരു സ്വാധീനത്തിൻ്റെ പിൻബലം തീർച്ചയായിട്ടും അയാൾ രചിക്കുന്ന അല്ലെങ്കിൽ അയാൾ പ്രൊപ്പൗണ്ട് ചെയ്യുന്ന തിയറിക്കും ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് ടു സേ that sociological theory is the sociologist response to the context in which he lives and works. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് സോഷ്യോളജിക്കൽ റെസ്പോൺസാണ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോഷ്യോളജിസ്റ്റിൻ്റെ പർട്ടിക്കുലർ സോഷ്യോളജിസ്റ്റിൻ്റെ പ്രതികരണമാണ്. എന്തിനോടുള്ള പ്രതികരണമാണ്? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിനോടും അതുപോലെ തന്നെ അദ്ദേഹം ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളോടുള്ള അല്ലെങ്കിൽ അവിടുത്തെ അനുഭവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക പ്രതികരണത്തെയാണ് അല്ലെങ്കിൽ റെസ്പോൺസിനെയാണ് സത്യത്തിൽ സോഷ്യോളജിക്കൽ തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, so in nutshell, there will be an inner context and an outer context for each and every sociological theory. So ഒരു സോഷ്യോളജിക്കൽ തിയറിയെ സംബന്ധിച്ചിടത്തോളം അതിന് പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ പിൻബലമുണ്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ പിൻബലമുണ്ട്. അപ്പം നമുക്ക് രണ്ടെണ്ണമായിട്ട് പറയാം. ഒരു ഇന്നർ കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ ഔട്ടർ കോണ്ടെക്സ്റ്റും ഉണ്ട് എന്ന്. The interplay between these two interrelated arenas of living create sociological theory. സോഷ്യോളജിക്കൽ തിയറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് ഇന്നർ കോണ്ടെക്സ്റ്റും അതുപോലെ ഔട്ടർ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, the inner context is the background and mindset of the theorist and also the strong influences and ideas that motivate a thinker to become a social theorist. ഓരോ സോഷ്യോളജിക്കൽ തിയറിക്കും ഒരു ഇന്നർ കോണ്ടെക്സ്റ്റും അതുപോലെ ഔട്ടർ കോണ്ടെക്സ്റ്റും ഉണ്ട്. രണ്ട് തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. ഒരു ബാഹ്യമായ സാഹചര്യവും ഒരു ആന്തരികമായ സാഹചര്യവും ഓരോ തിയറി രചിക്കുന്നതിന് പിൻപിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സോഷ്യോളജിക്കൽ തിയറിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവുന്നത് ഈ രണ്ട് കോണ്ടെക്സ്റ്റുകളും ഇന്നർ കോണ്ടെക്സ്റ്റും ഔട്ടർ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേ മുഖാന്തരമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, inner context is the background and mindset of the theorist and also the strong influences and idea that motivate a thinker to become a social theorist. inner context എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സോഷ്യൽ തിങ്കർ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യം, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, യൂത്ത് എക്സ്പീരിയൻസസ്, ബിറ്റർ എക്സ്പീരിയൻസസ്, അങ്ങനെ പല കാര്യങ്ങൾ, പല സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന് ഏതെല്ലാം സാഹചര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാമോ ആ സാഹചര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ആകെത്തുകയായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ പ്രതിഫലിക്കുക. അപ്പം അതിനെയാണ് ഇന്നർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഏതെല്ലാം
ഏതെല്ലാം സാഹചര്യങ്ങളാണോ, ഏതെല്ലാം ഇൻഫ്ലുവൻസസ് ആണോ, ഏതെല്ലാം ഐഡിയാസ് ആണോ അദ്ദേഹത്തിനെ ഒരു സോഷ്യൽ തിങ്കർ ആവാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവയെല്ലാം തന്നെയാണ് ഇന്നർ കോണ്ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു സോഷ്യൽ തിയറിക്ക് എപ്പോഴും എന്തൊക്കെയുണ്ട്? ഒരു ഇന്നർ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, ഒരു ഔട്ടർ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ലെറ്റ് us see what the outer context means. Okay, the outer context is the overall environment, social and physical, that the society is embedded. മൊത്തം ഒരു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സൊസൈറ്റി മൊത്തമായിട്ട് ഉൾക്കൊള്ളുന്ന സാമൂഹികവും ബാഹ്യവുമായിട്ടുള്ള ടോട്ടൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടുകളെയാണ് ഔട്ടർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇന്നർ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിഗതമായിട്ട് അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം പണമുള്ള വീട്ടിൽ ഉള്ള ഒരാൾ, അയാളെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത്തരം സ്വാധീനങ്ങളല്ല ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യങ്ങളല്ല. എന്നാൽ ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഒന്ന് തന്നെ ആവുന്ന സമയത്ത് എന്താണ്, ബാഹ്യമായ ചുറ്റുപാടുകളൊക്കെ സെയിമാണ്. ഗോട്ട് ഇറ്റ്. അപ്പം ഒരേ സാഹചര്യത്തിൽ തന്നെ രണ്ട് രീതിയിൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ വ്യക്തി എങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇന്നർ കോണ്ടെക്സ്റ്റും, അതേസമയം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മറ്റു ചുറ്റുപാടുകൾ, ബാഹ്യമായ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ഔട്ടർ കോണ്ടെക്സ്റ്റുമാണെന്ന്. അപ്പം ഇത്തരം ഔട്ടർ കോണ്ടെക്സ്റ്റുകളും ഇന്നർ കോണ്ടെക്സ്റ്റുകളും തുല്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന ഒരു സോഷ്യൽ തിയറി ഉണ്ടാവുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Social theory and its development thus takes place in a particular social and psychological setting. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക സാമൂഹികവും അതുപോലെ തന്നെ എന്താ പറയുന്നത് സൈക്കോളജിക്കലുമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ്, ഒരു സെറ്റിങ്ങിലാണ് സോഷ്യൽ തിയറി ഡെവലപ്പ് ചെയ്യുകയും പിറവികൊള്ളുകയും ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഇത്തരം സോഷ്യോളജിക്കൽ തിയറിയുടെ ആവിർഭാവം അല്ലെങ്കിൽ എമർജൻസ് കാലഘട്ടത്തിൽ അതിനെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറയുമ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് വൺ ബൈ വൺ. ഫ്രഞ്ച് റെവല്യൂഷൻ in 1789 created such an urgent context that it became an important element to create a need for sociological theorizing. ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് മുൻപും കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ ഇനീക്വാലിറ്റീസ്, അത് കാരണം സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻസ്, അതുപോലെ ഈ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം, അതുകൊണ്ട് വളരെ സുഖിമാന്മാരായിട്ട് ജീവിക്കുന്ന മേലേക്കിടയിലുള്ള ആൾക്കാർ, പ്രീസ്റ്റ്, നോബിൾ, അങ്ങനെയുള്ള ആൾക്കാർ, കിങ് ഒക്കെ, അതേസമയം സാധാരണക്കാരന് ഒരു ബേർഡൻ ഓഫ് ടാക്സേഷൻ വന്നു ഭവിക്കുന്നതും, അങ്ങനെ അവരതിനെതിരായി പ്രതികൂലമായിട്ട് ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് തിങ്കേഴ്സ്, റോസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ പോലുള്ള തിങ്കേഴ്സ് ൻ്റെ സ്വാധീനം, അവരുടെ രചനകൾ, ഇതൊക്കെ ആൾക്കാരെ സ്വാധീനിക്കുന്നു. തുറന്നൊരു പോരാട്ടത്തിലേക്ക് അവർ വരുന്നു. ഏറെ നാളത്തെ സ്ട്രഗിളിന് ശേഷം നീതി നടപ്പിൽ ആക്കപ്പെടുന്നു. അപ്പം ഇതൊക്കെ ലോക ജനതയെ മുഴുവനും ഇരുത്തി ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുള്ള ഇൻസിഡൻ്റാണ് ലോക ചരിത്രത്തിൽ തന്നെ. അതിനെ പിൻപറ്റിക്കൊണ്ട് ലോകത്ത് പലയിടങ്ങളിലും ഇത്തരം അനീതിക്കും അക്രമത്തിനുമെതിരെയുള്ള സമരങ്ങൾ പല രീതിയിൽ നടക്കുകയും അവയിൽ മിക്കവാറും എല്ലാം തന്നെ വിജയം കൈവരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ട്രെമൻഡസ് ആൻഡ് എന്താ പറയുന്നത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. അതേ ഇൻസിഡൻറ്റ് തന്നെയാണ് സോഷ്യോളജിക്കൽ തിയറിയിലേക്ക് വഴിതെളിക്കുന്നത്. ഓക്കെ, ദസ് ഫ്രഞ്ച് റെവല്യൂഷൻ ഗേവ് റൈസ് ടു many changes in that society. These changes were beneficial in main,
ബട്ട് ദീസ് വെയർ ഓൾസോ പ്രോബ്ലമാറ്റിക്. നമുക്ക് ഒരു പെരിഫറലായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുമെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് എംബഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ളൊരു മാറ്റം തന്നെയായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം വിറ്റ്നസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, one of these problems were the law and order maintenance in the France. Some thinkers even advocated that law and order in France after the revolution was worse than what existed in the medieval ages. Not surprisingly, the major theorists like Comte and Durkheim were deeply concerned with law and order. അപ്പം ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം കൈവന്നിട്ടുള്ള മാറ്റങ്ങൾ, ജനജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങൾ, ഇവയെല്ലാം തന്നെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസിൽ നിന്നും മാറ്റവും പുത്തനായിട്ടുള്ള ആശയങ്ങളും അതുപോലെ തന്നെ ലിബർട്ടി എന്ന് പറയുന്ന ഒരു ഫീലും ഒക്കെ കൂടെ വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അന്നത്തെ കാലത്ത് സംജാതമായത്. തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡറിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മുടെ കോംറ്റെയും ദുർഖയും ഒക്കെ ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, തിയറീസ് പ്രൊപ്പൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസിക്കൽ തിയറിസ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു സ്വാധീന വലയത്തിൽ നിന്നും തിയറീസ് രചിച്ചവരാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വ്യാവസായിക വിപ്ലവം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ എന്താ പറയുന്നത്, വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ടായിട്ടുള്ളൊരു സോഷ്യൽ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വാസ് എ സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് ചേഞ്ച് ദ mainly agrarian-based economies to those depending on the factory and industrial system. ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും അത് ഒരു വ്യാവസായികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ട്രമെൻഡസ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരുന്നു. വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട്, എക്സ്പെഷ്യലി ഇംഗ്ലണ്ട് വിറ്റ്നസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തിക്തഫലങ്ങൾ അപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനത, അവർ അഗേറിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കണോമിയാണ്. അതിൽ വലിയൊരു മെച്ചമില്ല എന്ന് അവർക്ക് ഇങ്ങനെ തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഈ ഫ്യൂഡൽ പ്രഭുക്കളുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടല്ലോ, ഇവരൊക്കെ അത് ഫാക്ടറീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അവനവൻ്റെ വീട്ടിൽ നിന്നും സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുകയും ചില്ലറ ലാഭത്തിന് വേണ്ടിയിട്ട് അവ വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന, എല്ലാം സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മുൻപിലേക്ക് വലിയ ഒരു ഒറ്റക്കുടക്ക് കീഴിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വലിയൊരു അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആശയം, അതാണ് ഈ ഫാക്ടറി എന്ന ആശയം. അപ്പോൾ ഇത്തരം ഒരു ആശയം വരുന്ന സമയത്ത് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ മെഷീനറീസ് ലോഞ്ച് ചെയ്യപ്പെടുന്നു, അതുപോലെ ഒരുപാട് പേര് വേജസിന് വേണ്ടി വർക്ക് ചെയ്യപ്പെടുന്നു. അപ്പം കാർഷിക വൃത്തിയിൽ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളായിട്ട് ജോലി നോക്കിയിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഫാക്ടറി തൊഴിലാളികളായിട്ട് മാറുകയായിരുന്നു. അതുപോലെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഉടനെ തന്നെ ബൂർഷ്വാസികൾ അല്ലെങ്കിൽ പണമുള്ള ക്യാപിറ്റലിസ്റ്റുകളായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ഒരു വലിയ വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇംഗ്ലണ്ട് വിറ്റ്നസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Factory jobs were readily available in the town and there was a shift away from the countryside into industrial jobs. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഫാക്ടറീസ് സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയൽ ഏരിയാസ് പ്രധാനമായിട്ടും ടൗൺസിലാണ് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അവിടെ ജോലി നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമങ്ങളിൽ നിന്നും കുടിയേറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആളുകൾ ഒരുപാട് വലിയ നമ്പറിൽ ഫാക്ടറി തൊഴിലാളികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുകയോ അല്ലെങ്കിൽ കുടിയേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഫാക്ടറി ജോബ്സ് വെർ റെഡിലി അവൈലബിൾ ഇൻ ടൗൺസ്
and there was a shift away from countrysides into industrial jobs. ഇൻഡസ്ട്രിയൽ ജോബ്സ് തേടി ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അവനവന് ജീവിക്കാൻ വകയില്ലാതെ ഗ്രാമങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു നല്ല ജീവിതം തേടി നഗരങ്ങളിലേക്ക് കുടിയേറുകയാണ്. അവിടെ നിന്ന് അവർ ഫാക്ടറി തൊഴിലാളികളായി മാറുകയാണ്. Not only this, we find that everything has begin influenced by rapid technological changes. These themselves require large bureaucracies to control and give direction to the emerging capitalism with the premise of free trade or laissez-faire. ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ച അന്നു മുതൽ വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചുകൾ ഈ ഒരു നിർമ്മാണ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് റാപ്പിഡായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ്. ദിവസം പ്രതി കണ്ടുപിടുത്തങ്ങളാണ്. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ എത്രമാത്രം വ്യാവസായിക ഉൽപ്പാദനം കൂട്ടാം എന്നതിൻ്റെ ആ ചിന്തയുടെ ഫലമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളോട് കോപ്പപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇവയെ കൺട്രോൾ ചെയ്യാനും വലിയ നമ്പർ ഓഫ് ബ്യൂറോക്രസീസ്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ആവശ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്ന ഒരു എന്താണ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ ഒരു പ്രധാന ആശയമായിട്ട് ലേസസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ഒരു ആശയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് സംജാതമായത്. The problem with this situation was the social inequality began to become extremely desperate, and while the factory owners or capitalists earned large profits, the workers got painfully low wages. അപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഫാക്ടറി തൊഴിലാളികളായിട്ട് നഗരങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകളുടെ ജീവിതം നാൾക്ക് നാൾ പരിതാപകരമായി വരുന്നൊരവസ്ഥയാണ്. അതേസമയം ഫാക്ടറി ഓണേഴ്സ്, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ, പണമുള്ളവർ, അവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട തൊഴിലാളികളെ നിരന്തരമായിട്ട് ചൂഷണം ചെയ്യുകയും ചെയ്തു വന്നു. അപ്പം അവർ പണക്കാരായി മാറുകയും വീണ്ടും വീണ്ടും പണം നേടുകയും അതേസമയം ഫാക്ടറി തൊഴിലാളികൾ എക്സ്പ്ലോയിറ്റേഷന് വിധേയരായി വീണ്ടും പാവപ്പെട്ടവരായി മാറുകയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ മാറ്റം, സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. ഇപ്പം വ്യാവസായികമായിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഉൽപ്പാദനം വർദ്ധിച്ചു എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതേസമയം തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് എന്താണ് മാറ്റം? ഒരു വലിയ ഒരു ഡെസ്പെറേഷൻ അല്ലെങ്കിൽ ഇനിക്വാലിറ്റി തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇനിക്വാലിറ്റിയാണ് അസമത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ സംജാതമാകുന്നത്. കാരണം പണമുള്ളവന് പണം കുമിഞ്ഞുകൂടുന്നു, അതേസമയം ഇല്ലാത്തൊരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വലിയ ഡിസ്ക്രിമിനേഷനാണ് സംഭവിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളുമൊക്കെയാണ് മാക്സ് വെബറിനെയും അതുപോലെ കാൾ മാർക്സിനെയും ദുർഖൈമിനെയും ഒക്കെ തന്നെ ചിന്തിപ്പിക്കുന്നതും സോഷ്യൽ തിയറികൾ രചിക്കാൻ പ്രാപ്തമാക്കുന്നതും. അപ്പം വലിയൊരു പങ്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അക്കാലത്ത് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് പ്രൊപ്പൗണ്ട് ചെയ്യുന്നതിൻ്റെ പിന്നാമ്പുറത്ത് വഹിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രോമിനൻസ് ഓഫ് സോഷ്യലിസം. Another series of factors which created a great deal of reaction was the coming into the prominence of socialism. ക്യാപിറ്റലിസത്തിനോടുള്ള ഒരു റിയാക്ഷൻ എന്നോണം ഉണ്ടായി വന്നിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ എവല്യൂഷനാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ദിസ് വാസ് എ ഡയറക്റ്റ് ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് വാസ് സപ്പോർട്ടഡ് ബൈ സം തിങ്കേഴ്സ് വൈൽ എ മെജോറിറ്റി ഓഫ് ദെം വെർ സസ്പീഷൻ in need or in hostile to it. ചില
സോഷ്യോളജിസ്റ്റുകളും പ്രധാനമായിട്ടും മാർക്സിനെ പോലെയുള്ളവരൊക്കെ ഇതിനെ ഉയർത്തി കാണിക്കുകയും അതേസമയം മിക്കവാറും അധികം സോഷ്യോളജിസ്റ്റുകൾ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ദ മെയിൻ ഫിഗർ who supported socialism among the sociologists was Karl Marx, who was not only an effective writer but also a political activist. നമുക്ക് കാൾ മാർക്സിനെ പറ്റിയിട്ടറിയാം. അദ്ദേഹം എക്കണോമിസ്റ്റ് എന്ന നിലയിലും ഫിലോസഫർ എന്ന നിലയിലും സാഹിത്യകാരൻ എന്ന നിലയിലും പൊളിറ്റീഷ്യൻ എന്ന നിലയിലുമൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫിഗറാണ്. അദ്ദേഹമാണ് കൂടുതലായിട്ടും ഈ സോഷ്യലിസത്തെ അതുപോലെ കമ്മ്യൂണിസത്തെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so that's all for today's class. Let us continue in the next class. Thank you for watching.